ഹായ് ഫ്രണ്ട്സ്, ഞാൻ അഖിൽ. അപ്പോൾ ഇന്ന് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സാമ്പിൾ പേപ്പർ 1 ആണ്. സോൾജർ GD എക്സാമിന് മുമ്പായിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യണം എക്സാമിന് മുമ്പായിട്ട്. അപ്പോൾ അതിൽ സാമ്പിൾ പേപ്പർ 1 ആണ് നമ്മളിന്ന് സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ട്രിവാൻഡ്രം ARയുടെ റാലി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് ആ റാലി കഴിയും. ഈ റാലി കഴിഞ്ഞതിന് ശേഷം കുറച്ച് ദിവസം മാത്രമേ നമുക്ക് ടൈം കിട്ടത്തുള്ളൂ ഈ എക്സാം പ്രിപ്പയർ ചെയ്യാനുള്ളത്. അപ്പോൾ മാക്സിമം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറും ഇതിൻ്റെയൊക്കെ കോൺസെപ്റ്റ് നമ്മൾ പഠിക്കണം. അപ്പോൾ അതിന് മുന്നോടിയായിട്ടാണ് നമ്മൾ ഈ ഒരു സാമ്പിൾ പേപ്പർ 1 സോൾവ് ചെയ്യണം. അപ്പോൾ ഇനി ഒരു 2 സാമ്പിൾ പേപ്പറും കൂടെ നമ്മൾ സോൾവ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കോൺസെപ്റ്റ് പഠിക്കണമെന്നുണ്ടെങ്കിൽ, അതായത് ഈ ഒരു ചെയ്യുന്ന രീതി, ഈ പ്രോബ്ലംസ് മാത്സ് ആണെങ്കിലും ഏതൊരു പ്രോബ്ലംസ് ചെയ്യുന്ന ഒരു രീതിയൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഓൺലൈൻ കോഴ്സിലോട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ആ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ എളുപ്പമാണ്. ഈ ഒരു വീഡിയോയുടെ താഴെ ഞങ്ങളൊരു ടെലഗ്രാം ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു ടെലഗ്രാം ചാനലിലോട്ട് കയറും. ഈ ചാനലിൻ്റെ അകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ ചോദിക്കാം, അതായത് എങ്ങനെ ഈ ക്ലാസ്സിൽ കയറണമെന്നുള്ള കാര്യങ്ങൾ, പൈസയുടെ കാര്യം, രജിസ്ട്രേഷൻ്റെ. അപ്പോൾ ഇതിൻ്റെ രജിസ്ട്രേഷൻ ഫീ എന്ന് പറയുന്നത് വെറും 500 രൂപയാണ്. GD ആണെങ്കിലും ട്രേഡ്സ്മാനായാലും 500 രൂപയാണ് ടോട്ടൽ ഫീ എന്ന് പറയുന്നത്. ഈ ഒരു ഫീ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാം കഴിയണ വരെ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ആക്സസ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ടെലഗ്രാമിൽ കൂടെ തന്നെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്തൊരു ഓർഡറായിട്ട് എല്ലാ വീഡിയോസും ഉണ്ട്. അതായത് ഇപ്പോൾ മാത്സ് ആണെങ്കിലും അതിൻ്റെ അകത്ത് ഓരോ ടോപ്പിക്സ് ഉണ്ട്. ആ ടോപ്പിക്സ് റിലേറ്റഡ് ആയിട്ട് ഡിഫറെൻറ്റ് വീഡിയോസ് ഒരു ഓർഡറിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജോഗ്രഫി, ഹിസ്റ്ററി ആയാലും ജോഗ്രഫി ആയാലും ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും എല്ലാത്തിനും ഒരു ഓർഡറിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന് പുറമെ കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ വേറൊരു ഡൗട്ട് ഡിസ്കഷൻ ഗ്രൂപ്പും കൂടെ ഉണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഡൗട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡൗട്ട് ഡിസ്കഷൻ ഗ്രൂപ്പും കൂടെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ അതിനുള്ള സൊല്യൂഷൻ നമ്മൾ തരുന്നതായിരിക്കും. അപ്പോൾ 500 രൂപയാണ് ഫീസ്. താല്പര്യമുള്ളവർ താഴത്തെ ലിങ്കിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ബാക്കി അവിടെ നിന്ന് നോക്കാം. ഓക്കെ. അപ്പോൾ നമുക്ക് സോൾജർ GDയുടെ ഫസ്റ്റ് സാമ്പിൾ പേപ്പർ നോക്കാം. അപ്പോൾ ഫസ്റ്റ് സാമ്പിൾ പേപ്പറിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വേൾഡ് ഹെൽത്ത് ഡേ ഈസ് സെലിബ്രേറ്റഡ് ഓൺ. വേൾഡ് ഹെൽത്ത് ഡേ ലോകത്തിൽ എന്നാണ് സെലിബ്രേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഏപ്രിൽ 7-നാണ് വേൾഡ് ഹെൽത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വേൾഡ് ഹെൽത്ത് ഡേ സെലിബ്രേറ്റഡ് ഓൺ April 7th. So non-cooperation movement was launched by Gandhiji in the year 1920-ലാണ്. 1920-ലാണ് നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ് ഗാന്ധിജി ലോഞ്ച് ചെയ്തത്. അപ്പോൾ അത് August 1-നായിരുന്നു. August 1, 1920-നായിരുന്നു ഈ ഒരു നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ് ഗാന്ധിജി ലോഞ്ച് ചെയ്തത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കയാക്ക് ഈസ് എ കൈൻഡ് ഓഫ്. കയാക്ക് എന്ന് പറയുന്നത് ഒരു ബോട്ടിൻ്റെ കൈൻഡാണ്, അതായത് ഒരു വള്ളത്തിൻ്റെ ഒരു തരത്തിലുള്ള ഒരു ഇതിനെ പറയുന്നതാണ് കയാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നാസിക് ഈസ് സിറ്റുവേറ്റഡ് ഓൺ ദി ബാങ്ക് ഓഫ്. നാസിക് എന്ന് പറയുന്നത് ഒരു സിറ്റിയാണ്. ഈ ഒരു സിറ്റി ബേസ് ചെയ്തിരിക്കുന്നത്, അതായത് എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ളതെന്ന് പറഞ്ഞാൽ ഗോദാവരി റിവറിൻ്റെ ബാങ്കിലാണ് ഈ ഒരു നാസിക് സിറ്റി എന്ന് പറയുന്നത് ഇരിക്കുന്നത്. അടുത്തെന്ന് പറയുന്നത് ഇന്ത്യാസ് ഓൺലി സെയിൽ ട്രെയിനിങ് ഷിപ്പ്. ഇന്ത്യാസ് ഓൺലി സെയിൽ ട്രെയിനിങ് ഷിപ്പ് എന്ന് പറയുന്നത് INS തരാങ്കിനിയാണ്. INS തരാങ്കിനിയാണ് ഇന്ത്യാസ് ഓൺലി സെയിൽ ട്രെയിനിങ് ഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ലോങ് റിവർ ഇൻ ദ വേൾഡ് ആമസോൺ ഈസ് ഫ്ലോയിങ് ത്രൂ. ആമസോൺ റിവർ ഫ്ലോ ചെയ്യുന്നത് സൗത്ത് അമേരിക്കയിലൂടെയാണ്. സൗത്ത് അമേരിക്കയിൽ കൂടെയാണ് ആമസോൺ വേൾഡ് ലാർജസ്റ്റ് റിവർ ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് പകരം വേറൊരു തരത്തിലും വരാം. അതായത് ആമസോൺ റിവർ എന്ന് പറയുന്നത് ലോങ്സ്റ്റ് റിവറാണ്. അപ്പോൾ അതുപോലെ തന്നെ നൈൽ റിവറിനെ ചോദിക്കാം. നൈൽ റിവർ ഫ്ലോ ചെയ്യുന്ന ഏത് സ്ഥലത്തൂടെയാണെന്ന് ചോദിച്ചാൽ ആഫ്രിക്കയാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ ഇവിടെ ആമസോണാണ് ചോദിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ സൗത്ത് അമേരിക്ക എന്ന് പറഞ്ഞു.
അടുത്ത ക്വസ്റ്റ്യൻ, ഷെഡ്യൂൾ ദാറ്റ് ഡീൽസ് വിത്ത് ഒഫീഷ്യൽ ലാംഗ്വേജസ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് ഓരോ ഷെഡ്യൂളുണ്ട്. അതിൽ 8th ഷെഡ്യൂളിലാണ് ഒഫീഷ്യൽ ലാംഗ്വേജസിനെ പറ്റി പറയുന്നത്. ഇനിഷ്യലി നമ്മുടെ ഇന്ത്യയിൽ 14 ലാംഗ്വേജസ് ആയിരുന്നു കൊടുത്തിരുന്നത്. ഈ ഒരു 8th ഷെഡ്യൂൾ പ്രകാരം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ 14 ലാംഗ്വേജാണ് ഉണ്ടായിരുന്നത്. പിന്നെ അത് 24 മാറുകയാണ് ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, വിച്ച് മെറ്റൽ ഈസ് നോട്ട് നോൺ ടു ഇൻഡസ് വാലി. ഇൻഡസ് വാലിയിൽ അറിയപ്പെടാത്ത ഒരു മെറ്റൽ ഏതായിരുന്നു? അതെന്ന് പറയുന്ന അയണാണ് ഇൻഡസ് വാലിയിൽ നോട്ട് നോൺ ടു ഇൻഡസ് വാലി എന്ന് പറയുന്നത്. നമ്പർ ഓഫ് കമാൻഡ്സ് ഇൻ ഇന്ത്യൻ ആർമി. ഇന്ത്യൻ ആർമിയിൽ എത്ര കമാൻഡ്സ് ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ ആർമിയിൽ ടോട്ടൽ 7 കമാൻഡ്സ് ആണ് ഉള്ളത്. അപ്പോൾ അതിൽ ഈ 7 കമാൻഡ്സ് എന്ന് പറയുന്നത് ഈസ്റ്റേൺ കമാൻഡുണ്ട്, വെസ്റ്റേൺ കമാൻഡുണ്ട്, നോർത്തേൺ കമാൻഡുണ്ട്, സദേൺ കമാൻഡുണ്ട്, സെൻട്രൽ കമാൻഡുണ്ട്, അതുപോലെ തന്നെ സൗത്ത് വെസ്റ്റേൺ കമാൻഡുണ്ട്, അതുപോലെ തന്നെ ട്രെയിനിങ് കമാൻഡുണ്ട്. അപ്പോൾ ഈ ഒരു കമാൻഡ്സിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ചോദിക്കണമെങ്കിൽ, അപ്പോൾ ഈസ്റ്റേൺ കമാൻഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കൊൽക്കത്തയിലാണ്. അതുപോലെ തന്നെ വെസ്റ്റേൺ കമാൻഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ചണ്ഡീഗഡിലാണ്. അതുപോലെ തന്നെ നോർത്തേൺ കമാൻഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ഉധംപൂരിലാണ്. സദേൺ കമാൻഡിൻ്റെ പൂനെയിലും, അതുപോലെ തന്നെ സെൻട്രൽ കമാൻഡിൻ്റെ ലക്നൌവിലും, സൗത്ത് വെസ്റ്റ് ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ജയ്പൂരിലും, ട്രെയിനിങ് കമാൻഡ് ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ഷിംലയിലുമാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ടോട്ടൽ ഇന്ത്യൻ ആർമിക്ക് 7 കമാൻഡുണ്ട്. ഈസ്റ്റേൺ കമാൻഡ്, വെസ്റ്റേൺ കമാൻഡ്, നോർത്തേൺ കമാൻഡ്, സദേൺ കമാൻഡ്, സെൻട്രൽ കമാൻഡ്, അതുപോലെ തന്നെ ഈ സൗത്ത് വെസ്റ്റേൺ കമാൻഡ്, അതുപോലെ തന്നെ ട്രെയിനിങ് കമാൻഡ്. അടുത്ത്, ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഈസ് ലൊക്കേറ്റഡ് ഇൻ ഉത്തരാഖണ്ഡിലാണ് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. കറൻസി ഓഫ് സൗദി അറേബ്യ എന്ന് പറയുന്നത് റിയാലാണ് സൗദി അറേബ്യയുടെ കറൻസി എന്ന് പറയുന്നത്. ദ ഫസ്റ്റ് ലേഡി ഗവർണർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ വാസ് സരോജിനി നായിഡു ആണ് ഫസ്റ്റ് ലേഡി ഗവർണർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഹൂ ഈസ് ദി ഓഥർ ഓഫ് ദി ബുക്ക് ഗൈഡ്. ഗൈഡ് എന്ന് പറയുന്ന ഒരു ബുക്കിൻ്റെ ഓഥർ എന്ന് പറയുന്നത് R.K. നാരായണനാണ് ഈ ഒരു ഗൈഡ് എന്ന് പറയുന്ന ബുക്കിൻ്റെ ഓഥർ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, സുപ്രീം കമാൻഡർ ഓഫ് ആംഡ് ഫോഴ്സസ്. ആർമി ആംഡ് ഫോഴ്സസിൻ്റെ സുപ്രീം കമാൻഡർ എന്ന് പറയുന്നത് പ്രസിഡൻ്റാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് വാസ് ഫോർട്ട് ബിറ്റ്വീൻ. ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് എന്ന് പറയുന്നത് ഫോർട്ട് ബിറ്റ്വീൻ എന്ന് പറയുന്നത് ബാബുർ ആൻഡ് ഇബ്രാഹിം ലോധിയുടെ കൂടെയാണ് ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് എന്ന് പറയുന്നത്. ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് വാസ് ഫോർട്ട് ബിറ്റ്വീൻ ബാബുർ ആൻഡ് ഇബ്രാഹിം ലോധി. അടുത്ത ക്വസ്റ്റ്യൻ, മലേറിയ ഈസ് കോസ്ഡ് ബൈ. മലേറിയ ഇത് ചെയ്യുന്നത് പ്രോട്ടോസോവ വഴിയാണ് ഈ ഒരു അസുഖം വരുന്നതെന്ന് പറയാം. മലേറിയ ഈസ് കോസ്ഡ് ബൈ പ്രോട്ടോസോവ. അടുത്ത്, നെയിം ദി ആൻറ്റിസ്റ്റെറിൻ വിറ്റാമിൻ. ആൻറ്റിസ്റ്റെറിൻ വിറ്റാമിൻ എന്ന് പറയുന്നത് വിറ്റാമിൻ ഇ ആണ്. റിലേഷൻ ബിറ്റ്വീൻ വർക്ക്, ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. വർക്കും ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റിലും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പം വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ W ഈസ് ഈക്വൽ ടു F ഇൻറ്റു S ആണ്. വിച്ച് ഓഫ് ദി കെമിക്കൽ ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം പ്ലാന്റ്. പ്ലാന്റിൽ നിന്ന് ഒബ്റ്റൈൻ ചെയ്യുന്നത് ക്വിനിനാണ്. ക്വിനിൻ എന്ന് പറയുന്നത് ബാർക്കിൽ നിന്ന് എടുക്കുന്ന ഒരു ലിക്വിഡാണ്. അപ്പോൾ ഈ ഒരു ക്വിനിന് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മലേറിയയുടെ ട്രീറ്റ്മെൻറ്റിനൊക്കെ നമുക്ക് ഈ ഒരു ക്വിനിൻ യൂസ് ചെയ്യാം. അപ്പോൾ ഇത് എടുക്കുന്നത് ട്രീസിൻ്റെ ബാർക്കിൽ നിന്നാണ്. വാട്ട് ഈസ് മെഷേർഡ് ബൈ സീസ്മോഗ്രാഫ് വഴി മെഷർ ചെയ്യുന്നത് നമ്മുടെ എർത്ത് ക്വേക്കാണ് സീസ്മോഗ്രാഫ് വഴി മെഷർ ചെയ്യുന്നത്. വിച്ച് ഗ്യാസ് ഈസ് യൂസ്ഡ് ഇൻ പ്രിപ്പറേഷൻ ഓഫ് സോഡ വാട്ടർ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഗ്യാസ് എന്ന് പറയുന്നത് കാർബൺ ഡയോക്സൈഡാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. ഇതിൽ സ്കെയിലാർ ക്വാണ്ടിറ്റി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സ്പീഡ്, ഫോഴ്സ്, ആക്സിലറേഷൻ, നൺ ഓഫ് ദിസ്. അപ്പോൾ ഇതിൽ സ്പീഡാണ് സ്കെയിലാർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. സ്കെയിലാർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി മെഷർ ചെയ്യുന്നതായിട്ട് വരും. അതായത് നമ്മുടെ ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദി ഡിറക്ഷൻ. അപ്പോൾ സ്പീഡ്, ടൈം, വെയ്റ്റ്, മാസ് എന്നൊക്കെ പറയുന്നത് സ്കെയിലാർ ക്വാണ്ടിറ്റിയും വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് ഫോഴ്സ്, ആക്സിലേഷൻ, ഡിസ്പ്ലേസ്മെൻറ്റ് ഇതൊക്കെ വരുന്നത് വെക്റ്റർ ക്വാണ്ടിറ്റീസിലാണ്.
ദ മെയിൻ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് ഓഫ് ഹീമോഗ്ലോബിനിലെ മെയിൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ് എന്ന് പറഞ്ഞാൽ അയണാണ് ഹീമോഗ്ലോബിനിലുള്ള മെയിൻ കോൺസ്റ്റിറ്റ്യൂവൻറ്റ്. ദ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ യൂണിറ്റ് ഓഫ് ആൻ ഓർഗാനിസം ഈസ് കോൾഡ് സെല്ല്. കാരണം വെച്ചാൽ ഒരു സെല്ല് കാരണമാണ് നമ്മുടെ ബോഡിയിലുള്ള എല്ലാ ഫങ്ഷനും നടക്കുന്നത്. അപ്പോൾ സെല്ലാണ് ഒരു സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ യൂണിറ്റ് ഓഫ് ആൻ ഓർഗാനിസം ഈസ് കോൾഡ് സെല്ലാണ്. ദ ബ്ലഡ് ഇൻ ദ ഹ്യൂമൻ ബോഡി ഈസ് പ്യൂരിഫൈഡ് ഇൻ കിഡ്നിയിലാണ് നമ്മുടെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്നത്. അപ്പോൾ കിഡ്നി പ്രോബ്ലം വരുമ്പോഴാണ് നമ്മുടെ ബ്ലഡ് പ്യൂരിഫിക്കേഷൻ നടക്കാതെ നമുക്കത് ബ്ലഡ് വീണ്ടും നമുക്ക് മാറ്റാനുള്ള ഇതിന് ഹോസ്പിറ്റലൊക്കെ പോകേണ്ടി വരുന്നത്. അപ്പോൾ കിഡ്നി വഴിയാണ് നമ്മുടെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്നത്. ആസിഡ് റെയിൻസ് ആർ കോസ്ഡ് ഡ്യൂ ടു പ്രസൻസ് ഓഫ് വിച്ച് ഗ്യാസസ്. ആസിഡ് റെയിന് കോസ് ചെയ്യുന്നത് സൾഫർ ഡയോക്സൈഡും നൈട്രജൻ ഡയോക്സൈഡൊക്കെ ചേർന്നിട്ടാണ് ആസിഡ് റെയിൻ ഫോം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് NO2 SO2 ആണ് ആസിഡ് റെയിൻ ഫോം ചെയ്യാനുള്ള ഗ്യാസസ് എന്ന് പറയുന്നത്. ഇലക്ട്രിക് കറണ്ട് ഈസ് മെഷേർഡ് ബൈ ഇലക്ട്രിക് കറണ്ട് ഈസ് മെഷേർഡ് ബൈ അമീറ്റർ വഴിയാണ് ഇലക്ട്രിക് കറണ്ട് മെഷർ ചെയ്യുന്നത്. വോൾട്ടേജ് മെഷർ ചെയ്യുന്നത് വോൾട്ട് മീറ്ററിലൂടെയാണ്. അപ്പോൾ ഇതിന് പകരം വോൾട്ടേജ് ഈസ് മെഷേർഡ് ബൈ വോൾട്ട് മീറ്റർ എന്ന് പറയുന്ന ആൻസർ വരും. പ്രൈമറി കളേഴ്സ് ആർ RGB, റെഡ് ഗ്രീൻ ബ്ലൂ ആണ് നമ്മളെ പ്രൈമറി കളേഴ്സ് എന്ന് പറഞ്ഞാൽ. കാരണം എന്ന് വെച്ചാൽ ഏതൊരു ഇമേജ് നമ്മൾ ഇപ്പോൾ ഒരു ഫോണിലൊരു ഫോട്ടോ എടുക്കുന്ന സമയത്തിനാണെങ്കിലും ഒരു ഫോട്ടോയ്ക്ക് ഒരുപാട് പിക്സൽസ് കാണും. ഈ ഒരു പിക്സൽസിൽ ഓരോ പിക്സലിലും RGBയുടെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും. റെഡ് ഗ്രീൻ ബ്ലൂവും കൂടെ ചേർന്നിട്ടുള്ളൊരു കോമ്പിനേഷൻ ആയിരിക്കും ഒരു ഫോട്ടോ ചേരുന്നത്. അതായത് ഒരു ഫുൾ ഫോട്ടോയിലാണെങ്കിൽ ഓരോ പിക്സലിനും ഓരോ RGB കളറിൻ്റെ വാല്യൂ ആണ്. ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഒരു ഫുൾ ഫോട്ടോ ആയിട്ട് മാറുന്നത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഓർഗനൽസ് ഈസ് കോൾഡ് പവർ ഹൗസ് ഓഫ് ദി സെൽ. പവർ ഹൗസ് ഓഫ് ദി സെൽ എന്ന് പറഞ്ഞാൽ മൈറ്റോകോൺട്രിയാണ്. അപ്പോൾ എല്ലാ സെല്ലിനും അതിൻ്റെതായ ഫങ്ഷൻസ് ഉണ്ട്. ഈ ഒരു ഫങ്ഷൻ നടക്കണമെങ്കിൽ അതിന് എനർജി വേണം. ഈ എനർജി പ്രൊവൈഡ് ചെയ്യുന്നത് മൈറ്റോകോൺട്രിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ പവർ ഹൗസ് ഓഫ് ദി സെൽ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വിച്ച് ഓഫ് ദി ഫോളോയിങ് കൺട്രോൾസ് ഓഫ് കോർഡിനേറ്റ്സ് ആക്ടിവിറ്റീസ് ഓഫ് ഹ്യൂമൻ ബോഡി. ഈ ഹ്യൂമൻ ബോഡിയിൽ വിച്ച് ഓഫ് ദി ഫോളോയിങ് കൺട്രോൾസ് കോർഡിനേറ്റ് ആക്ടിവിറ്റീസ് ഓഫ് ഹ്യൂമൻ ബോഡി. ഹ്യൂമൻ ബോഡിയിലെ കോർഡിനേറ്റ്സ് ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യുന്നത് ഹോർമോൺസ് ആണ്. കാരണം വെച്ചാൽ ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ തൈറോയിഡ് ഗ്ലാൻഡ് ഉണ്ടെങ്കിൽ തൈറോക്സിൻ നമുക്ക് ഫോം ചെയ്യത്തുള്ളൂ. ഈ ഒരു തൈറോയിഡ് ഹോർമോൺ ഫോം ചെയ്യും. ഈ തൈറോയിഡ് ഹോർമോണാണ് നമ്മുടെ ഗ്രോത്തിനും ഈ പല ഗ്രോത്തിനുള്ള ഇതിന് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അത് ഹോർമോൺസ് കാരണമാണ്. ഈ ഒരു ഹോർമോൺസ് ഉണ്ടെങ്കിൽ മാത്രമേ പല മെറ്റാബോളിസം നമുക്ക് നമ്മുടെ ബോഡിയിൽ നടക്കത്തുള്ളൂ. അപ്പോൾ കോർഡിനേറ്റ് ആക്ടിവിറ്റീസ് ഹ്യൂമൻ ബോഡിയിൽ നടക്കാനുള്ള മെയിൻ കൺട്രോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഹോർമോൺസ് ആണ്. അടുത്ത് വിച്ച് ഈസ് ദി പെർസെൻറ്റേജ് ഓഫ് കാർബൺ ഡയോക്സൈഡ് ഇൻ എയർ. എയറിൽ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവെന്ന് പറഞ്ഞാൽ 0.04% ആണ് കാർബൺ ഡയോക്സൈഡ് എയറിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. ദി നമ്പർ ഓഫ് ക്രോമസോം ഇൻ ഹ്യൂമൻ ബീയിങ്ങിൽ ടോട്ടൽ 46 ക്രോമസോംസ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ 46 ക്രോമസോംസ് ഉണ്ട്. അതായത് 22 പേരെന്ന് പറഞ്ഞാൽ 44 ആവും. അതിൻ്റെ കൂടെ തന്നെ ഒരെണ്ണം സെക്സ് ക്രോമസോമാണ് ഒരു പേരെന്ന് പറയുന്നത്, എക്സും വൈയും. അപ്പോൾ ഇതും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും 44 + 2 46. ടോട്ടൽ നമ്പർ ഓഫ് മസിൽസ് ഇൻ ഹ്യൂമൻ ബോഡിയിൽ ടോട്ടൽ 639 മസിൽസ് ആണ് ഉള്ളത്. ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഓഫ് കിഡ്നി ഈസ് കോൾഡ് നെഫ്രോൺ. ഓക്കെ, അപ്പം ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഓഫ് കിഡ്നി എന്ന് പറയുന്നത് നെഫ്രോൺ ആണ്. അടുത്ത വിച്ച് ബാക്ടീരിയ കൺവേർട്ട്സ് മിൽക്ക് ഇൻ ടു കേർഡ്. മിൽക്കിനെ കേർഡിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ ലാക്ടോബസിലിയസ് എന്നാണ്. ലാക്ടോബസിലിയസിൽ തന്നെ ലാക്ടോ എന്ന് പറയുന്നത് മിൽക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വേർഡാണ്. അപ്പോൾ അതുകൊണ്ട് അത് മനസ്സിലാക്കി വെക്കാൻ എളുപ്പമാണ്, ലാക്ടോബസിലിയസ്. അടുത്ത് കുറച്ച് മാത്സ് പ്രോബ്ലംസ് ആണ്. ദ റേഷ്യോ ഓഫ് തേർഡ് പ്രൊപ്പോർഷൻ ടു 12 and 30 and the mean proportional between 9 and 25 is. The ratio of third proportional to 12 and 30 and the mean proportional of 9 and 25. അപ്പോൾ തേർഡ് പ്രൊപ്പോർഷണലും ഈ മീൻ പ്രൊപ്പോർഷണലിൻ്റെയും റേഷ്യോ എടുക്കാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തേർഡ് പ്രൊപ്പോർഷണലിന് എടുക്കണമെങ്കിൽ നമുക്കിവിടെ ഒരു ഫോർമുലയുണ്ട്. അതായത് A:B = B:X. അപ്പോൾ ഇവിടെ A എന്ന് പറയുന്നത് 12, E:2 എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിവിഷൻ ആയിട്ട് എഴുതാം. 12 / 30 =
30 ഡിവൈഡഡ് ബൈ എക്സ്. അപ്പോൾ ഇവിടെ നിന്ന് എക്സിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 30 ഇൻറ്റു 30 ഡിവൈഡഡ് ബൈ 12. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു 75 ആണ്. അടുത്ത മീൻ പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത് എ ബൈ വൈ ഈസ് ഈക്വൽ ടു വൈ ബൈ ബി ആണ്. അപ്പോൾ എ എന്ന് പറയുന്നത് ഇവിടെ 9 ആണ്. 9 ബൈ വൈ ഈക്വൽ ടു വൈ ബൈ 25. ഇവിടെ നിന്ന് ഈ വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 25 ഇൻറ്റു 9. അപ്പോൾ ഇവിടെ വൈൻ്റെ വാല്യൂ ഫൈനൽ റിസൾട്ട് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 15 ആണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ റേഷ്യോ ആണ് ഇവിടെ എടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം 75:15. ഇത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞാൽ 5:1 ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നും കൂടെ നോക്കാം. ദ റേഷ്യോ ഓഫ് തേർഡ് പ്രൊപ്പോർഷണൽ ഓഫ് 12 and 30. തേർഡ് പ്രൊപ്പോർഷണലിൻ്റെയും മീൻ പ്രൊപ്പോർഷണലും ഇതിൻ്റെയും കൂടെ കിട്ടുന്നതിൻ്റെ റേഷ്യോ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തേർഡ് പ്രൊപ്പോർഷണൽ കണ്ടുപിടിക്കാൻ A:B = B:X ആണ്. അപ്പോൾ A എന്ന് പറയുന്നത് ഇവിടെ 12ഉം B എന്ന് പറയുന്നത് 30. ഈസ്റ്റ് പറഞ്ഞെടുത്ത് നമുക്ക് ഡിവിഷൻ ഫ്രാക്ഷനിലായിട്ട് എഴുതാം. അപ്പോൾ 12/30 = 30/x. അപ്പോൾ എക്സിൻ്റെ ഫൈനൽ ആൻസർ നമുക്ക് 75 എന്ന് കിട്ടും. അതുപോലെ തന്നെ മീൻ പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത് A:Y = Y:B ആണ്. അപ്പോൾ A/Y = Y/B ആണ്. അപ്പം 9/Y = Y/25. ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് y² കാരണം ഈ വൈയും ഈ വൈയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ y² ആവും. y² = 25 ഇൻറ്റു 9. അപ്പോൾ 25 ഇൻറ്റു 9 ചെയ്യുമ്പോഴത്തേക്കും കിട്ടുന്ന ആൻസറിൻ്റെ റൂട്ട് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് y = 15 കിട്ടും. അപ്പോൾ 75/15 ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 5:1 ആൻസർ കിട്ടും. അപ്പോൾ 5:1 ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞത്. 37th question. If 36 men can do a piece of work in 25 hours, in how many hours will 15 men do it? അപ്പോൾ 36 പേര് ചേർന്ന് ഒരു വർക്ക് 25 മണിക്കൂർ എടുത്ത് ചെയ്യും. എത്ര മണിക്കൂർ എടുക്കും 15 പേര് ചേർന്നാൽ ഈ ഒരു വർക്ക് ചെയ്യാൻ എടുക്കുമെന്ന്. അപ്പോൾ ഇവിടെ ഒരു ഫോർമുല മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഒരു ഫോർമുലയുണ്ട്. അതായത് അപ്പോൾ ഇവിടെ നമുക്കൊരു ഫോർമുല ഉണ്ട്. അതായത് M1 T1 divided by W1 will be equal to M2 T2 divided by W2. അപ്പോൾ ഇവിടെ M1 എന്ന് പറയുന്നത് 36 ആണ്. കാരണം വെച്ചാൽ ഇവിടെ മെന്ന് ഡേ അവേഴ്സ്, അതായത് ടൈം T. അപ്പോൾ M1 D1 T1 by W1 is equal to M2 D2 T2 W by T2 divided by W2. അപ്പോൾ 36 പേര്. ഇവിടെ നമുക്ക് ദിവസങ്ങളില്ല, കാരണം ഒറ്റ ദിവസം 25 മണിക്കൂറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ടൈം എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ടൈം മാത്രം കൊടുത്താൽ മതി. ഈ ഡി ഇവിടെ നമുക്ക് ആവശ്യമില്ല, ഇവിടെ ആവശ്യമില്ല. കാരണം വെച്ചാൽ ഇവിടെ നമ്മൾ ദിവസങ്ങൾ എടുക്കുന്നില്ല, 25 മണിക്കൂർ മാത്രമായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം M1 36 ഇൻറ്റു hours 25. ഇവിടെ ചെയ്യുന്ന വർക്ക് W1 ഈക്വൽ ടു 15 പേര് ചേർന്നാൽ എത്ര മണിക്കൂർ എടുക്കും, അത് T2. അത് നമുക്കറിയത്തില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ W2 എന്ന് പറയുന്നത് W1 എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഒന്നാണ്. കാരണം വെച്ചാൽ ഇവർ ചെയ്യുന്ന വർക്ക് സെയിം പീസ് ഓഫ് വർക്ക് തന്നെയാണ് ഇവരും ചെയ്യുന്നത്. അപ്പം W1 സെയിം ആണ്. അപ്പോൾ ഈ W1 ക്യാൻസലായി പോയി കഴിഞ്ഞാൽ ഇവിടെ T2 നമുക്ക് ഫൈനൽ റിസൾട്ട് നമുക്ക് 60 ആയിട്ട് കിട്ടും. 60 ആണ് ഇവിടുത്തെ ഫൈനൽ റിസൾട്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ 36 പേര് ചേർന്ന് 25 മണിക്കൂർ എടുത്താണ് ഒരു വർക്ക് ചെയ്യുന്നത്. ഈ സെയിം വർക്ക് 15 പേര് ചേർന്നാൽ എത്ര ടൈം എടുക്കുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യേണ്ട ഫോർമുല M1 D1 T1 divided by W1 is equal to M2 D2 T2
ഡിവൈഡഡ് ബൈ W2. അപ്പോൾ M1 ഇവിടെ തന്നിട്ടുണ്ട്, ഇവിടെ ദിവസങ്ങളുടെ കണക്ക് പറയുന്നില്ല, അതുകൊണ്ടാണ് D കട്ട് ചെയ്ത് കളഞ്ഞത്. ടൈം മാത്രമേ പറയുന്നുള്ളൂ, 25 മണിക്കൂർ. ഡിവൈഡഡ് ബൈ W1 ഈക്വൽ ടു 15 ഇൻറ്റു T2 ഡിവൈഡഡ് ബൈ W1. അപ്പോൾ W1 സെയിം ആണ്, W2 സെയിം ആണ്. കാരണം വെച്ചാൽ ഇവർ ചെയ്യുന്ന വർക്ക് തന്നെയാണ് ഈ 15 പേര് ചേർന്ന് ചെയ്യുന്ന വർക്ക്. അപ്പോൾ W1 ഈക്വൽ ടു W1 ആണ്, W2 ആണ്. അപ്പോൾ W1 ക്യാൻസൽ ആയി പോകും. 36 ഇൻറ്റു 25 ഈക്വൽ ടു 15 ഇൻറ്റു T2. അപ്പോൾ T2 എന്ന് പറഞ്ഞാൽ 36 ഇൻറ്റു 25 ഡിവൈഡഡ് ബൈ 15 ആണ്. ഫൈനൽ ആൻസർ 60 കിട്ടും. അപ്പോൾ 60 ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ദ ആവറേജ് ഓഫ് ദി സ്ക്വയർസ് ഓഫ് ഫസ്റ്റ് n7 നാച്ചുറൽ നമ്പർ ഈസ്. അപ്പോൾ 7 നാച്ചുറൽ നമ്പർ. അപ്പോൾ 1 സ്ക്വയർ എന്ന് പറയുന്നത് 1 ആണ്, 2 സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണ്, 3 സ്ക്വയർ എന്ന് പറയുന്നത് 9 ആണ്, 4 സ്ക്വയർ എന്ന് പറയുന്നത് 16, 5 സ്ക്വയർ എന്ന് പറയുന്നത് 25, 6 സ്ക്വയർ എന്ന് പറയുന്നത് 36, 7 സ്ക്വയർ എന്ന് പറയുന്നത് 49 ഡിവൈഡഡ് ബൈ ഇതിൻ്റെ ആവറേജ് ആണ്. അപ്പോൾ മൊത്തം 7 ഉണ്ട്, ഡിവൈഡഡ് ബൈ 7. ഇതിൻ്റെ ഫൈനൽ ആൻസർ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 20 ആണ്. ഇപ്പോൾ 20 ആണ് ആൻസർ. ആവറേജ് ഓഫ് ദി സ്ക്വയർസ് ഓഫ് ഫസ്റ്റ് 7 നാച്ചുറൽ നമ്പർ. നാച്ചുറൽ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് 1 to 1, 1 to infinity ആണ് നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത്. അപ്പം 1, പിന്നെ 2 സ്ക്വയർ, 3 സ്ക്വയർ, 4 സ്ക്വയർ, 5 സ്ക്വയർ, 6 സ്ക്വയർ, 7 സ്ക്വയർ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ടേംസ്. അതാണ് ആവറേജ് കണ്ടുപിടിക്കാനുള്ള വഴി. അപ്പം മൊത്തം 7 ഉണ്ട്, 1, 2, 3, 4, 5, 6, 7 ഡിവൈഡഡ് ബൈ 7. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 20 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സിംപ്ലിഫൈ 343 ഇൻറ്റു 343 ഇൻറ്റു 343 മൈനസ് 113 ഇൻറ്റു 113 ഇൻറ്റു 113 ഡിവൈഡഡ് ബൈ 343 ഇൻറ്റു 343 പ്ലസ് 343 ഇൻറ്റു 113 പ്ലസ് 113 ഇൻറ്റു 113. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരിക്കലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാം നടക്കുന്ന സമയത്തിന് ഇത് മൊത്തം ഇരുന്ന് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല, കാൽക്കുലേറ്റർ ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇത് 343 ദി ഹോൾ ക്യൂബാണ്, മൈനസ് 113 ദി ഹോൾ ക്യൂബ്. കാരണം എന്ന് വെച്ചാൽ 343 ഇവിടെ 3 പ്രാവശ്യമുണ്ട്. അപ്പോൾ 343 ഇൻറ്റു ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ 343 ഇൻറ്റു 343 ഇൻറ്റു 343 ആണ്. 343 ഇത് ഹോൾ ക്യൂബ് എന്ന് പറയുന്നത്. 113 ഇൻറ്റു 113 ഇൻറ്റു 113 എന്ന് പറയുന്നത് 113 ദി ഹോൾ ക്യൂബാണ്. അപ്പോൾ എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്ന് പറയുന്ന ഒരു ഫോർമുലയുണ്ട്. ഇതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് എ ബി ആണ് ഇതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത്. ഏതിൻ്റെ? എ ക്യൂബ് മൈനസ് ബി ക്യൂബിൻ്റെ ഫോർമുലയാണ് ഇത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പോൾ ഇതിൻ്റെ ഫോർമുല എ ക്യൂബ് മൈനസ് ബി ക്യൂബിൻ്റെ ഫോർമുലയാണ് ഇത്. അപ്പോൾ ഇവിടെ ഈ ഒരു ഫോമിന് എഴുതുന്നതിന് പകരം ഈ ഒരു ഫോമുല നമുക്ക് എഴുതാം. അപ്പോൾ ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ 343 ഇൻറ്റു 343, ഓക്കെ, പ്ലസ് 343 ഇൻറ്റു 113 പ്ലസ് 113 ഇൻറ്റു 113. ഓക്കെ, അപ്പോൾ ഇവിടെ താഴെ വരുന്നതെന്ന് പറഞ്ഞാൽ എന്തുവാ? ഈ സെയിം ഫോമാണ് ഇവിടെ ഡിവൈഡഡ് ബൈ വരുന്നത്. ഇത് ഇത്രയും വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ചെറിയ പാർട്ടാണ് ഈ ഡിനോമിനേറ്ററിൽ വരുന്നത്. അപ്പോൾ ഇതും ക്യാൻസലായി പോകും. ബാക്കി വരുന്നത് എ മൈനസ് ബി ആണ്. അതായത് 343 മൈനസ് 113. അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 230 ആണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ദ സ്മോളസ്റ്റ് നമ്പർ ആഡഡ് ടു 680621 ടു മേക്ക് ദ സം എ പെർഫെക്റ്റ് സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ, അതായത് ഇതിൻ്റെ കൂടെ എത്ര കൂട്ടിയാലാണ്, ഏത് ചെറിയ നമ്പർ കൂട്ടിയാലാണ് ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആവണമെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പെർഫെക്റ്റ് സ്ക്വയർ, ഒരു നമ്പർ പെർഫെക്റ്റ് സ്ക്വയർ ആവണമെങ്കിൽ അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ്, അതായത് ഇത് വൺസ് ഡിജിറ്റ് വന്നിട്ട് 0യോ 1ഓ 4ഓ 5ഓ 6ഓ അല്ലെങ്കിൽ 9 വരണം. ഇത് ഈ ഇത്രയും നമ്പർ വന്നാൽ മാത്രമേ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പറാണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് പെർഫെക്റ്റ് സ്ക്വയർ ആവണമെങ്കിൽ തന്നെ നമുക്ക് അവിടെ കുറച്ച് റൂൾസ് ഉണ്ട് അപ്ലൈ ചെയ്യാൻ. അപ്പോൾ അതും കൺഫേം ആയതിനു ശേഷം മാത്രമേ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ അല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ റൂൾ നമ്പർ 1 എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ റൂട്ട് എന്ന് പറഞ്ഞാൽ
ഈ ഇത്രയും നമ്പർ ഉണ്ടല്ലോ, ഈ നമ്പറിൻ്റെ സമ്മ്, അതായത് 6 + 8 + 0 + 6 + 2 + 1 നമുക്കൊരു ആൻസർ കിട്ടും. ഈ ആൻസറിൻ്റെ കൂടെ നമുക്കത് നോക്കാം. 6 + 8 + 0 + 6 + 2 + 1 എന്ന് പറയുന്നത് 2 + 1 3, 3 + 1 6, അതായത് 9, 9 + 0 9, 9 + 8 17, 17 + 6 20, 23 ആണ് നമുക്കിവിടെ ആൻസർ വന്നത്. 6 + 8. അപ്പോൾ ഇതിൻ്റെ സം എന്ന് പറയുന്നത് 23 ആണ്. ഇനി അടുത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ 23 എന്ന് പറയുന്നത് 2ഉം 3ഉം കൂടെ ചേർന്നിട്ടുള്ള, അപ്പോൾ അടുത്ത് ഇതിൻ്റെ സം കണ്ടുപിടിക്കണം. 2 + 3 എന്ന് പറയുന്നത് 5. അപ്പോൾ ഫൈനൽ 5 ആണ് കിട്ടിയത്. അപ്പോൾ അങ്ങനെ ചെയ്യണതിനാണ് ഡിജിറ്റൽ റൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് ചെയ്യേണ്ടത് പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ നമ്പർ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഡിജിറ്റൽ റൂട്ട് കണ്ടുപിടിക്കണം. അതായത് 6806+21 + 4 ചെയ്ത് നോക്കാം. ആദ്യം ഇത് നമുക്ക് നോക്കാം. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ നമ്മൾ 4 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5 വരും. കാരണം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു 0 1 4 5 6 9 വന്നാൽ മാത്രമേ നമുക്കതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ആണോ അല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പെർഫെക്റ്റ് സ്ക്വയർ ആണെന്നല്ലേ, അത് വരാൻ ചാൻസ് ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ 4 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 5 വരും. 5 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആവാൻ ചാൻസ് ഉണ്ട്. അടുത്ത് നമുക്ക് 5 ചെയ്ത് നോക്കാം. +5 ചെയ്യുകയാണെങ്കിൽ 6 വരും. 6 നമുക്കൊരു പെർഫെക്റ്റ് സ്ക്വയർ ആവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ 6 നമുക്ക് ഇത് ചെയ്ത് നോക്കാം. 6 + 1 7. 7 ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല, അപ്പോൾ ഇത് ക്യാൻസലായി പോയി. ഇതിൻ്റെ കൂടെ 8 + 1 9. അപ്പോൾ 9ഉം പെർഫെക്റ്റ് സ്ക്വയർ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം 4ൽ നിന്ന് തുടങ്ങാം. അപ്പം 4ൽ നിന്ന് തുടങ്ങുമ്പോഴത്തേക്കും ഓക്കെ, അപ്പോൾ 4ൽ നിന്ന് തുടങ്ങുമ്പോഴത്തേക്കും 680621 + 4 ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആൻസർ 680625 കിട്ടും. അപ്പോൾ ഇവിടെ യൂണിറ്റ് ഡിജിറ്റ് 5 വന്നു. അടുത്ത് നമ്മൾ ചെക്ക് ചെയ്യേണ്ട കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇത് പെർഫെക്റ്റ് ഡിജിറ്റൽ റൂട്ട് നോക്കണം. ഇതിൻ്റെ ഡിജിറ്റൽ റൂട്ട് നോക്കുമ്പോൾ നമുക്ക് 1 4 7 9 വരണം. എന്നാൽ മാത്രമേ അത് പെർഫെക്റ്റ് സ്ക്വയർ ആവാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ 6 + 8 എന്ന് പറയുന്നത് 9 10 11 12 13 14. 14 + 6 20. 20 + 2 22. 22 + 5 27. അപ്പോൾ 27 വന്നു. 27 എന്ന് പറയുന്നത് അടുത്ത ഡിജിറ്റൽ റൂട്ട് കണ്ടുപിടിക്കുക. ഇതിൻ്റെ സം എടുക്കണം. 7 + 2 ഒറ്റ ഡിജിറ്റ് ആക്കണം. അവസാനം നമ്മൾ ഫൈനൽ റിസൾട്ട് വരുമ്പോൾ ഒറ്റ ഡിജിറ്റ് ആവണോ വരെ നമ്മളിത് ചെയ്തുകൊണ്ടേയിരിക്കണം. 7 + 2 9. അപ്പോൾ ഡിജിറ്റൽ റൂട്ട് 9 വന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് 9 ഉണ്ട്. അപ്പോൾ അത് പെർഫെക്റ്റ് സ്ക്വയർ ആവാൻ ചാൻസ് ഉണ്ട്. അടുത്ത നമ്മൾ നോക്കേണ്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഡിജിറ്റ് 5 ആണോ എന്ന് നോക്കണം. അതായത് ഇങ്ങനെ ആണെങ്കിൽ നമ്മൾ ഈ തന്നിരിക്കുന്ന ഈ ഒരു നമ്പറിൻ്റെ യൂണിറ്റ് ഡിജിറ്റ്, അതായത് 1's പ്ലേസ് 5 ആണോ എന്ന് നോക്കണം. 5 ആണെങ്കിൽ അതിൻ്റെ 10's പ്ലേസ് 2 ആയിരിക്കും എപ്പോഴും. അതുപോലെ തന്നെ ഇവിടെ 6 ആണെങ്കിൽ ഇവിടെ വന്നിട്ട് ഓഡ് നമ്പേഴ്സ് ആയിരിക്കും. 1ഓ 3ഓ 5ഓ 7ഓ 9ഓ ആയിരിക്കും ഇവിടെ 10's പ്ലേസ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ വന്നാൽ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അല്ലാത്ത പക്ഷം അത് പെർഫെക്റ്റ് സ്ക്വയർ അല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ 4ൽ നമുക്കറിയാം 5 വന്നാൽ ഇവിടെ 10's പ്ലേസിൽ 2 വന്നാൽ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അതേസമയത്തിന് 6 വന്നാൽ ഇവിടെ ഓഡ് നമ്പേഴ്സ് വരണം. 1ഓ 3ഓ 5ഓ 7ഓ 9ഓ വരണം. എന്നാൽ മാത്രമേ ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ 5 വന്നെടുത്ത് ഇവിടെ 2 വന്നെടുത്ത്, അപ്പോൾ അതൊരു റൂളാണ്. ആ റൂൾ അത് സാറ്റിസ്ഫൈ ചെയ്തു. അതുകൊണ്ട് ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ ഇത് നടന്നില്ലെങ്കിൽ അടുത്ത നമ്പർ ചെക്ക് ചെയ്യണം. അപ്പോൾ അവിടെ 5 ആണ് വരുന്നതെങ്കിൽ 5 നമ്മൾ കൊടുക്കണം. 8 ആണ് വരുന്നതെങ്കിൽ 8 കൊടുക്കണം. അപ്പോൾ അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഈ ഒരു 3 ടെസ്റ്റ് ഞാൻ പറഞ്ഞ ടെസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്കിതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ അല്ലയോ എന്ന് അറിയാം. അപ്പോൾ തന്നിരിക്കുന്ന നമ്പറിൽ അവസാനത്തെ ഫൈനൽ ഡിജിറ്റ് 0ഓ 1ഓ 4ഓ 5ഓ 6ഓ 9ഓ വന്നാൽ മാത്രമേ പെർഫെക്റ്റ് സ്ക്വയർ ആവാൻ ചാൻസ് ഉള്ളൂ. അതായത് ഒരു നമ്പർ തന്നിരിക്കുന്നത് പെർഫെക്റ്റ് സ്ക്വയർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞാലാണ്. ഇതിൻ്റെ അകത്ത് ഒരു നമ്പർ ആഡ് ചെയ്തതിന് ശേഷം വേണം ചെക്ക് ചെയ്യാൻ, സ്മോളസ്റ്റ് നമ്പർ. അപ്പോൾ ഇതിൽ 4 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 680625 വരും.
അപ്പോൾ ഈ ഒരു 5 ഈ പറയുന്ന നമ്പറിലുണ്ട് 0 1 4 5 6 9. അപ്പോൾ ആ ഒരു നമ്പർ പറഞ്ഞതിന് ശേഷം അടുത്ത ഇതിൻ്റെ നമ്മൾ ഡിജിറ്റൽ റൂട്ട് കണ്ടുപിടിക്കുക. ഈ ഒരു നമ്പറെല്ലാം ആഡ് ചെയ്യണം. ആഡ് ചെയ്ത് അവസാനം ഒരു സിംഗിൾ ഡിജിറ്റിലോട്ടാക്കണം. ഇവിടെ ഇത് ഇത്ര ആഡ് ചെയ്തപ്പോൾ 27 വന്നു, പിന്നെ ഇത് ആഡ് ചെയ്യണം. അപ്പോൾ 2 + 7 ചെയ്യുമ്പോഴത്തേക്ക് 9 വന്നു, ഒരു സിംഗിൾ ഡിജിറ്റാണ്. അപ്പോൾ ഈ ഒരു നമ്പറിൻ്റെ അകത്ത് ഉണ്ടോ എന്ന് നോക്കണം. 1 4 7 9 ആണെങ്കിൽ അത് പെർഫെക്റ്റ് സ്ക്വയർ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം എന്നിട്ട് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ 1's place 5 ആണെങ്കിൽ 10's place 2 ആയിരിക്കണം. അല്ലെങ്കിൽ 1's place 6 ആണെങ്കിൽ 10's place വന്നിട്ട് 1 3 5 7 9 ആയിരിക്കണം. എന്നാൽ മാത്രമേ അത് പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് പറയുള്ളൂ. അപ്പോൾ ഇവിടെ 4 ആഡ് ചെയ്താലാണ് ഈ ഒരു നമ്പർ പെർഫെക്റ്റ് സ്ക്വയർ ആവുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇൻ 10 years A will be twice as old as B was 10 years ago. If A is 9 years older than B, the present age of B is. അതായത് ഇൻ 10 years 10 വർഷം കഴിയുമ്പോൾ A will be twice as old as B was 10 years ago. 10 വർഷം മുമ്പേ B എന്തായിരുന്നോ അതായിരിക്കും അതിനെക്കാട്ടി ട്വൈസ് ആയിരിക്കും എ എന്ന് പറയുന്നത്. അപ്പോൾ ഇഫ് എ ഈസ് നൗ 9 ആണെങ്കിൽ, അതായത് എയുടെ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 9 ആണെങ്കിൽ 9 years ഓൾഡർ ദാൻ ബി ആണെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് ബി എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ പെർസെൻറ്റേജ് ബീൻ്റെ എക്സ് ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇഫ് എ ഈസ് നൗ 9 years ഓൾഡർ ദാൻ ബി, അപ്പോൾ എ എന്ന് പറയുന്നത് എക്സിനെ കാട്ടി, ബി എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. ഓക്കെ, എക്സിനെ കാട്ടി 9 years ഓൾഡർ ആണെങ്കിൽ, ഇഫ് എ ഈസ് 9 years ഓൾഡർ ദാൻ ബി ആണെങ്കിൽ ദ പെർസെൻറ്റേജ് ഓഫ് ബി ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ഒരു ഫോർമുല കിട്ടി, എ ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് ഓൾഡർ എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ്. ഓക്കെ, ഇഫ് എ ഈസ് നൗ 9 years ഓൾഡർ ദാൻ ബി, ഓൾഡർ എന്ന് പറഞ്ഞാൽ ആഡ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ എ എന്ന് പറയുന്നത് എക്സ് പ്ലസ് 9, എ ഈസ് നൗ 9 years ഓൾഡർ ദാൻ ബി ആണെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 9. ഓക്കെ, അപ്പോൾ ഇൻ 10 years അതായത് 10 വർഷം കഴിയുമ്പോഴുള്ള ഏജ് എ വിൽ ബി ട്വൈസ്. എ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എക്സ് പ്ലസ് 9 ഇവിടെ കിട്ടി, എക്സ് പ്ലസ് 9 പ്ലസ് 10. കാരണം എന്ന് വെച്ചാൽ 10 വർഷം കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് പറയുന്നത്. 10 years, in 10 years A will be twice as old as B. അതായത് twice as old as B was 10 years ago. 10 വർഷം മുമ്പേ എങ്ങനെയായിരുന്നു? അപ്പോൾ പെർസെൻറ്റേജ് എക്സ് 10 വർഷം മുമ്പേ എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് 10 ആയിരിക്കും ആ പുള്ളിയുടെ ഏജ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേക്കും എക്സ് പ്ലസ് 9 പ്ലസ് 10 ഈക്വൽ ടു 2x മൈനസ് 20 എന്ന് വരും. അപ്പോൾ ഇവിടെ നിന്ന് ഫൈനൽ റിസൾട്ട് എക്സ് ഈക്വൽ ടു നമുക്ക് 39 വരും. ഓക്കെ, അപ്പോൾ നമുക്കൊന്നും കൂടെ നോക്കാം ക്വസ്റ്റ്യൻ. ഇൻ 10 years 10 വർഷം കഴിയുമ്പോഴത്തേക്കും എയുടെ ഏജ് എന്ന് പറഞ്ഞാൽ 2 times ബി വാസ് 10 വർഷം മുമ്പേ എങ്ങനെയായിരുന്നോ അതിൻ്റെ ട്വൈസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇഫ് എ ഈസ് നൗ 9 years ഓൾഡർ ദാൻ ബി, അപ്പോൾ എ എന്ന് പറയുന്നത് ബീനെ കാട്ടിയും 9 വയസ്സ് കൂടുതലാണ്. അപ്പോൾ പെർസെൻറ്റേജ് നമുക്ക് തന്നിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് അതിന് എക്സ് ആയിട്ട് എടുത്തു. ബീൻ്റെ എ എന്ന് പറയുന്നത് ഇഫ് എ ഈസ് നൗ, എ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ എയുടെ ഏജ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 9 ആണ്. അതായത് 9 years ഓൾഡർ ദാൻ ബി. ഓക്കെ, ഇഫ് എ ഈസ് നൗ, എ ഈസ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു നൗ എക്സ് പ്ലസ് 9. അതായത് ഇഫ് എ ഈസ് നൗ 9 years ഓൾഡർ ദാൻ ബി, ബീൻ്റെ പെർസെൻറ്റേജിനെ കാട്ടി 9 വയസ്സ് കൂടുതലാണ് എ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എക്സ് പ്ലസ് 9 ഇവിടെ. ഓക്കെ, ഇൻ 10 years 10 വർഷം കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. എ വിൽ ബി, എ എന്ന് പറഞ്ഞാൽ, അപ്പോൾ എ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 9. ഓക്കെ, എക്സ് പ്ലസ് 9 പ്ലസ് 10 വർഷം കഴിഞ്ഞിട്ടുള്ള കാര്യം പറയാനായിട്ടാണ് പ്ലസ് 10 ഈക്വൽ ടു 2 times എക്സ് മൈനസ് 10. അതായത് 10 വർഷം മുമ്പേ എക്സ് എങ്ങനെയായിരുന്നോ അതിൻ്റെ ട്വൈസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് ഫൈനൽ റിസൾട്ട് നമുക്ക് 39 എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 39 ആണ്. ഓക്കെ, ദ ലാർജസ്റ്റ് നമ്പർ ഫ്രം എമംഗ് ഈസ്. ഇതിൽ ലാർജസ്റ്റ് നമ്പർ ഏതാണെന്ന് ചോദിച്ചാൽ, അപ്പം √2 എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും 2⁻1/2 ആണ്. ഓക്കെ, 2⁻1/2 എന്ന് പറഞ്ഞാൽ 2
ഇതിനെ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. 2ഉം 2ഉം പോവും. അപ്പോൾ ഇവിടെ 1 വരും. ഓക്കെ, അപ്പോൾ ഫൈനൽ ആൻസർ 1 ആണ്. അതുപോലെ തന്നെ 3/3 എന്ന് പറയുന്നത് നമുക്ക് 3/1/3 എന്ന് പറയാം. ഇതും ക്യാൻസലാവും. അപ്പോൾ 1 ആണ് ഇവിടുത്തെ ആൻസർ വരുന്നത്. അതുപോലെ തന്നെ 4/4 ഇതെന്ന് പറയുന്നത് 4/1/4 ആണ്. അപ്പോൾ ഇതും ക്യാൻസലാവും. ഇവിടെ ആൻസർ 1 തന്നെ വരും. അപ്പോൾ ഇതും 1, ഇതും 1, ഇതും 1. അപ്പോൾ ഇത് 3 ഈക്വൽ അല്ലേ? അപ്പോൾ ഓൾ ആർ ഈക്വൽ ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇൻ ആൻ എക്സാമിനേഷൻ, ഒരു എക്സാമിന് 80% ഓഫ് ദ സ്റ്റുഡൻറ്റ് പാസ് ഇൻ ഇംഗ്ലീഷ്. 80% പേര് ഇംഗ്ലീഷിന് പാസ്സായി, 85% പിള്ളേർ മാത്സിന് പാസ്സായി, 75% പിള്ളേർ ഇംഗ്ലീഷിനും മാത്സിനും പാസ്സായി. ഈ 40% ഓഫ് സ്റ്റുഡൻറ്റ്സ് ഫെയിൽഡ് ഇൻ ബോത്ത് ദ സബ്ജക്റ്റ്, ഫൈൻഡ് ദി ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻറ്റ്. 40% പേര് 2 സബ്ജക്റ്റിനും തോറ്റുപോയി. അപ്പോൾ ടോട്ടൽ എത്ര സ്റ്റുഡൻസ് ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഇതൊരു 11th ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, 11th ക്ലാസ് ബേസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഫോർമുലയുണ്ട്. N ഓഫ് A യൂണിയൻ B എന്ന് പറയുന്നത് ഈക്വൽ ടു N ഓഫ് A പ്ലസ് N ഓഫ് B മൈനസ് N ഓഫ് A ഇൻ്റർസെക്ഷൻ B. ഓക്കെ, ഞാൻ ഇനി ഇതിൻ്റെ അർത്ഥം പറഞ്ഞുതരാം എന്താണെന്ന്. N ഓഫ് A യൂണിയൻ B എന്ന് പറഞ്ഞാൽ ഈ മാത്സിലും ഇംഗ്ലീഷിന് ജയിച്ചവരുടെ എണ്ണമാണ് N ഓഫ് A യൂണിയൻ B എന്ന് പറയുന്നത്. അടുത്ത് N ഓഫ് A എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് മാത്രം പാസ്സായത് എത്ര പേരാണ്. N ഓഫ് B എന്ന് പറഞ്ഞാൽ മാത്സ് മാത്രം എത്ര പേര് പാസ്സായെന്ന്. N ഓഫ് A ഇൻ്റർസെക്ഷൻ B എന്ന് പറഞ്ഞാൽ ഇത് രണ്ടിലും കൂടെ എത്ര പേര് പാസ്സായെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം N ഓഫ് A യൂണിയൻ B എന്ന് പറയുന്നത്, അതായത് ഇംഗ്ലീഷും മാത്സിലും കൂടെ പാസ്സായെന്ന് പറയുന്നത് N ഓഫ് A, അതായത് 80 ഡിവൈഡഡ് ബൈ 100. ഇവിടെ നമുക്ക് ടോട്ടൽ എത്ര സ്റ്റുഡൻസ് ഉണ്ടെന്ന് നമുക്കറിയില്ല, അതുകൊണ്ട് നമ്മൾ അതിനെ എക്സ് ആയിട്ട് എടുക്കും. അപ്പോൾ 80/100 ഇൻറ്റു എക്സ്. എക്സിൽ 80% പേരാണ് ഇംഗ്ലീഷിലുണ്ടായിരുന്നു. അപ്പം 80 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു എക്സ് പ്ലസ് 85 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു എക്സ് മൈനസ് 75, രണ്ടിലും കൂടെ പാസ്സായവർ. അപ്പോൾ 75 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു എക്സ്. ഇത് ചെയ്യുമ്പോൾ ഫൈനലായിട്ട് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ 9/9x/100 ആണ്. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ N യൂണിയൻ B, അതായത് ഇംഗ്ലീഷിലും മാത്സിലും കൂടെ പാസ്സായവരെന്ന് പറയുന്നത് 9x/100 ആണ്. 9x/100. ഓക്കെ, അപ്പോൾ ടോട്ടൽ എക്സ് പേരുണ്ട്. മൊത്തം എക്സ് പേരുണ്ടെങ്കിൽ അതിൽ പാസ്സായവരാണ് NX/100 പേര്. ഓക്കെ, ഇംഗ്ലീഷും മാത്സിലും കൂടെ പാസ്സായവർ NX/100 ആണ്. അപ്പം നമുക്കിതിന് കുറച്ച് നോക്കാം. ഇതിൽ നിന്ന് കുറയ്ക്കുന്ന ആൻസർ ആയിരിക്കും ടോട്ടൽ പേര് ഫെയിലായെന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ നമുക്കൊരു 50 പേരുണ്ടെങ്കിൽ അതിലൊരു 25 പേര് പാസ്സായെങ്കിൽ ബാക്കി 25 പേരായിരിക്കും ഫെയിലായത്. അപ്പോൾ ടോട്ടൽ എക്സ് മൈനസ് ഇംഗ്ലീഷിലും മാത്സിലും കൂടെ പാസ്സായവർ 9x/100. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ x/10 ആണ്. ഓക്കെ, ഇതാണ് ഫെയിലായവർ. അപ്പോൾ ടോട്ടൽ സ്റ്റുഡൻസിന് 9x/100 പേര് പാസ്സായി. ഓക്കെ, അപ്പോൾ ടോട്ടൽ സ്റ്റുഡൻസിന് ഈ പാസ്സായവർ കുറയ്ക്കുന്നവരാണ് ഫെയിലായത്. അപ്പോൾ x/10 ആണ് ഫെയിലായവർ. അപ്പോൾ x/10 എന്ന് പറയുന്നത് 40 ഈക്വലാണ്. കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി ഇവിടെ ഫ്രാക്ഷനിലാണ് തന്നിട്ടുള്ളത്, അതായത് പെർസെൻറ്റേജ് കണക്കിലാണ് ഇവിടെ ചെയ്തു വന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ വീണ്ടും പെർസെൻറ്റേജ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ x/10 = 40. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 400 ആണ്. അപ്പോൾ 400 സ്റ്റുഡൻസ് ആണ് ടോട്ടൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 400 ആണ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 6.46 ഇൻ ദ ഫ്രാക്ഷണൽ ഫോം ഈസ്. 6.46നെ നമുക്ക് ഫ്രാക്ഷണൽ ഫോമിൽ എഴുതേണ്ട ഒരു ഫോർമാറ്റ് ഉണ്ട്. 6 + 46 ഡിവൈഡഡ് ബൈ 99. അതായത് പോയിൻറ്റിന് ശേഷമുള്ള നമ്പർ ഡിവൈഡഡ് ബൈ 99 എന്നാണ് എഴുതേണ്ടത് ഫ്രാക്ഷണൽ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞാൽ. ഡെസിമലിനെ ഫ്രാക്ഷണൽ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞാൽ ഈ നമ്പർ, അതായത് പോയിൻ്റ് മുമ്പുള്ള നമ്പർ 6 പ്ലസ് ആ പോയിൻറ്റിന് ശേഷമുള്ള നമ്പർ ഡിവൈഡഡ് ബൈ 99 എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ 6 × 99 + 46 ഹോൾ ഡിവൈഡഡ് ബൈ 99.
അപ്പോൾ ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞാൽ 640 ഡിവൈഡഡ് ബൈ 99 ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇവിടെ ഓക്കെ 640 ഡിവൈഡഡ് ബൈ ഓക്കെ ഇത് 100 അല്ല 99 ആണ്. ഓക്കെ, ഇതാണ് ആൻസർ 640 ഡിവൈഡഡ് ബൈ 99. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ദ ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഓഫ് 2/3, 8/9, 64 ഡിവൈഡഡ് ബൈ 81 ആൻഡ് 10/27 എന്ന് പറയുന്നത് 2/3 ആണ്. കാരണം എന്ന് വെച്ചാൽ ഈ മൂന്നിലും കൂടെ കോമൺ ആയിട്ട് നമുക്ക് ഡിവിസിബിൾ ആവുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ 2/3 ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത്. ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഓഫ് 2/3, 8/9, 64 ഡിവൈഡഡ് ബൈ 81 ആൻഡ് 10/27 എന്ന് പറയുന്നത് 2/3 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എ കാർ ഈസ് റണ്ണിങ് അറ്റ് എ സ്പീഡ് ഓഫ് 108 km/h. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് വാട്ട് ഡിസ്റ്റൻസ് വിൽ ഇറ്റ് കവർ ഇൻ 15 സെക്കൻഡ്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ആൻസർ തന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മീറ്ററിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് കിലോമീറ്ററിലുമാണ്. അപ്പോൾ നമ്മളിത് കൺവേർട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കിലോമീറ്ററിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 108 × 5/18 ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞാൽ 30 ആണ്. ഓക്കെ, അപ്പോൾ 30 ആണ് ഇതിൻ്റെ ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം ആണ് ഫോർമുല. അപ്പോൾ ഇവിടെ സ്പീഡ് നമുക്കറിയാം 30 × 15 സെക്കൻഡ്സ്. ഓക്കെ, അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് d ഈസ് ഈക്വൽ ടു 30 × 50 ദാറ്റ് ഈസ് ഈക്വൽ ടു 450 മീറ്റർ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അടുത്തത് സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ എ സം ഓഫ് മണി അറ്റ് 8% പെർ ആനം ഫോർ 6 years ഈസ് ഹാഫ് ദി സം. ദി സം ഈസ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഡാറ്റ ഇന്നാഡിക്വേറ്റ് ആണ്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ റേറ്റും തന്നിട്ടുണ്ട്, ടൈമും തന്നിട്ടുണ്ട്, പ്രിൻസിപ്പൽ എമൗണ്ടും തന്നിട്ടില്ല, സിമ്പിൾ ഇൻട്രസ്റ്റും തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് രണ്ട് അൺനോൺസ് ആണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഡേറ്റ ഇന്നാഡിക്വേറ്റ് ആണ് ഇതിൻ്റെ ആൻസർ. If the radius of a circle is increased by 75%, then its circumference will also increase by 75%. Of course, കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ 2πr ആണ്. 2πr ആണ് സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ. അപ്പോൾ റേഡിയസ് 1 ആണെങ്കിൽ 2πr ആണ് ആൻസർ. അപ്പോൾ 75 ആണെങ്കിൽ 75 ആണ് റേഡിയസ്. 75 ആയിട്ട് ഇൻക്രീസ് ചെയ്താലും നമുക്ക് 75% അതിൻ്റെ സർക്കംഫറൻസ് നമുക്ക് കൂടും. ഇപ്പോൾ റേഡിയസ് 1 ആണെങ്കിൽ ഇത്ര ഉണ്ടെന്ന് വിചാരിച്ചോ, 75% റേഡിയസ് ഇൻക്രീസ് ആണെങ്കിൽ അതിൻ്റെ സർക്കംഫറൻസ് 75% ഇൻക്രീസ് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ 75% ആണ് ഇതിൻ്റെ ആൻസർ. അടുത്ത് ഇഫ് sin θ by cos θ = 1 then θ will be equal to. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഫോർമുല എന്ന് പറഞ്ഞാൽ sin θ by cos θ എന്ന് പറഞ്ഞാൽ tan θ ആണ്. tan θ ഇവിടെ 1 വരുന്നതെന്ന് പറഞ്ഞാൽ 45 ആംഗിളിലാണ്. അപ്പോൾ 45 ആണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഈ ഒരു ടേബിൾ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. കാരണം വെച്ചാൽ ക്വസ്റ്റ്യൻ വരുന്ന ബേസിൽ നിങ്ങൾക്ക് ഈ ഒരു ടേബിൾ ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ആൻസർ കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ ഫൈനൽ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് എ ഹെമിസ്ഫിയർ. കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് എ ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞാൽ 2πr² ആണ്. 2πr² ആണ് കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് എ ഹെമിസ്ഫിയർ.